ഹലോ സ്റ്റുഡൻസ്, ഇപ്പോൾ നമുക്ക് നമ്മുടെ സ്റ്റാൻഡേർഡ് 9th ഫോർത്ത് ചാപ്റ്റർ ഡിസ്ക്രൈബിംഗ് മോഷൻ അറൗണ്ട് അസ് എന്ന ചാപ്റ്റർ ഒന്ന് ഡിസ്കസ് ചെയ്യാം. അപ്പോൾ ഈ ചാപ്റ്ററിനകത്ത് നമുക്ക് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് മോഷനെ കുറിച്ചാണ് പറയുന്നത്. ഇപ്പോൾ നമ്മുടെ വേൾഡിൽ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് മോഷൻ നമുക്ക് കാണാൻ പറ്റും. നമ്മുടെ ബ്ലോയിങ് ഓഫ് വിൻഡ്, പിന്നെ ബേർഡ്സ് ഫ്ലൈ ചെയ്യുന്നത് നോക്കിക്കഴിഞ്ഞാൽ അത് മോഷനാണ്. പിന്നെ അതുപോലെ തന്നെ നമുക്ക് ലാർജ് സെൻസിൽ പറയുകയാണെങ്കിൽ ദ പ്ലാനറ്റ്സ് അറൗണ്ട് ദ സൺ, that is also motion. And in a small sense, like minute sense, we can tell in the case of atoms, inside the nucleus the protons are neutrons are in the vibrating sense. In the shells the electrons are rotating, that is also motion. And also in our small classes we have already studied different types of motion, that is linear motion, circular motion, oscillatory motion. Examples also നമ്മൾ already പഠിച്ചതാണ്. If an object is moving along a straight line, that is called linear motion or straight line motion. We know light is traveling in straight line. That property is called rectilinear propagation of light. But this property that is not in our textbook. In the case of circular motion, if an object is moving along a circular path, that is called a circular motion. Next one is oscillatory motion. The to and fro motion of an object is called oscillatory motion. Example, motion of a swing or motion of pendulum, like that. നമുക്കിപ്പോൾ നമ്മുടെ സ്ട്രേറ്റ് ലൈൻ മോഷന് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് എക്സാമ്പിൾ നമ്മുടെ ടെക്സ്റ്റ് ബുക്കിനകത്ത് പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ എ കാർ ഇസ് മൂവിങ് അലോങ് എ സ്ട്രെയിറ്റ് റോഡ്, ഇറ്റ് ഇസ് എൻ എക്സാമ്പിൾ ഫോർ സ്ട്രെയിറ്റ് ലൈൻ മോഷൻ. എ ട്രെയിൻ ഇസ് മൂവിങ് ഇൻ എ railway track, that is an example for straight line motion. That is, if an object that is coming downwards, that is also an example for straight line motion. അങ്ങനെ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് മോഷൻ നമ്മുടെ ടെക്സ്റ്റിൽ പറയുന്നുണ്ട്. പിന്നെ പറയുന്ന ടോപ്പിക് എന്ന് പറയുന്നത് ഡിസ്ക്രൈബിംഗ് പൊസിഷനെ കുറിച്ചാണ്. അപ്പോൾ ഈ പൊസിഷനെ കുറിച്ച് നമ്മൾ പറയണമെങ്കിൽ, പൊസിഷനെ കുറിച്ചാണെങ്കിൽ നമ്മൾ ആരുടെ പൊസിഷനെ കുറിച്ചായിരിക്കും പറയുന്നത്? ഈ ഒരു പോർഷൻ എന്ന് പറയുന്നത് കുട്ടികൾക്ക് കുറച്ച് ഡ്രൈ ആയിട്ടുള്ള പോർഷനാണ്, ശ്രദ്ധിച്ച് പഠിച്ചാലേ അത് മനസ്സിലാവും. അപ്പോൾ നമ്മൾ ഒരു ഓബ്ജക്റ്റിൻ്റെ പൊസിഷൻ നമുക്കറിയണമെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കൂ. ഇപ്പോൾ ഞാനൊരു ഒബ്ജക്റ്റാണ്, എൻ്റെ പൊസിഷൻ ഇപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ പറയാം, ക്യാമറയിൽ നിന്നും 1 മീറ്റർ ഡിസ്റ്റൻസിലാണ് എൻ്റെ പൊസിഷൻ. അപ്പോൾ പൊസിഷൻ പറയുന്നതിന് നമ്മൾ ഡിസ്റ്റൻസ് അവിടെ മെൻഷൻ ചെയ്തു, പിന്നെ ക്യാമറ പറഞ്ഞു. അപ്പോൾ ഈ ക്യാമറ എന്ന് പറയുന്നത് നമ്മൾ പറയുന്നത് അതൊരു റെഫറൻസ് പോയിൻ്റ് ആയിട്ട് എടുക്കണം. ഈ വേർഡ് ഇമ്പോർട്ടൻ്റ് ആണ്, റെഫറൻസ് പോയിന്റ്. പിന്നെ അപ്പോൾ ഈ ക്യാമറ മാത്രമേ നമുക്ക് റെഫറൻസ് പോയിന്റ് ആയിട്ട് എടുക്കാൻ പറ്റുമോ? അല്ല. ഏതെങ്കിലും ഒരു ഒബ്ജക്റ്റിൻ്റെ പൊസിഷൻ നമുക്ക് അറിയണമെങ്കിൽ അതിനടുത്തുള്ള ഏതെങ്കിലും റെസ്റ്റിലുള്ള ഒരു ഒബ്ജക്റ്റിനെ നമ്മൾ എന്തായിട്ട് എടുക്കണം? റെഫറൻസ് പോയിന്റ് ആയിട്ട് എടുക്കണം. അപ്പോൾ ഞാനിപ്പോൾ ഒരു ഒബ്ജക്റ്റായിട്ട് എന്നെ നിങ്ങളൊരു ഒബ്ജക്റ്റായിട്ട് എടുക്കുകയാണെങ്കിൽ ക്യാമറയെ നമുക്ക് റെഫറൻസ് പോയിന്റ് ആയിട്ട് എടുക്കാം, ചെയറിനെ റെഫറൻസ് പോയിന്റ് ആയിട്ട് എടുക്കാം, നമ്മുടെ ടേബിളിനെ റെഫറൻസ് പോയിന്റ് ആയിട്ട് എടുക്കാം. അങ്ങനെ നമ്മുടെ ചുറ്റുവട്ടത്തുള്ള ഏതെങ്കിലും ഒരെണ്ണത്തിനെ, റെസ്റ്റിലിരിക്കുന്ന ഒരെണ്ണത്തിനെ നമ്മൾ റെഫറൻസ് പോയിന്റ് ആയിട്ട് എടുക്കണം. പിന്നെ അപ്പോൾ നമുക്ക് വി ക്യാൻ ടെൽ ദ ഡെഫിനിഷൻ ഓഫ് റെഫറൻസ് പോയിന്റ്. റെഫറൻസ് പോയിന്റ് ഇസ് എ ഫിക്സഡ് പോയിന്റ് വിച്ച് ഈസ് യൂസ്ഡ് ടു സ്പെസിഫൈ ദ പൊസിഷൻ ഓഫ് ആൻ ഒബ്ജക്റ്റ്. അതാണ് റെഫറൻസ് പോയിന്റ് എന്ന് പറയുന്നത്. പിന്നെ നമുക്ക് ഇതിനകത്ത് നമ്മൾ മനസ്സിലാക്കേണ്ട അടുത്ത ഒരു ടോപ്പിക് എന്ന് പറയുന്നത് ഇൻസ്റ്റൻറ്റ് ടൈം എന്ന് പറയുന്നുണ്ട്, ടൈം ഇൻ്റർവൽ എന്ന് പറയുന്നുണ്ട്.